ഋഷികേശിന്റെ ഓരോ നിമിഷവും ഗംഗയ്ക്കൊപ്പമാണ്. ഹിമാലയൻ മലനിരകളെ തഴുകിയിറങ്ങുന്ന പുണ്യനദിക്ക് സ്വാഗതമോതുന്ന നഗരം. ആത്മീയതയും പൗരാണികതയും സാഹസികതയുമെല്ലാം ഇടകലർന്നതാണ് ഋഷികേശിലെ കാഴ്ചകൾ. ഡൽഹിയിൽ നിന്നും ബസ് മാർഗെ ഹരിദ്വാറിലെത്തി. അവിടെ നിന്നും ഷെയർ ഓട്ടോയിലായിരുന്നു ഋഷികേശിലേക്കുള്ള യാത്ര. ഹരിദ്വാറിലെ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഊട്ടുപുരയിൽ നിന്ന് പ്രഭാതഭക്ഷണവും കഴിച്ച് അവിടെ അല്പനേരം വിശ്രമിച്ച ശേഷമായിരുന്നു യാത്ര തുടർന്നത്. ഹരിദ്വാറിൽ നിന്നും ഋഷികേശിലേക്ക് എപ്പോഴും ഷെയർ ഓട്ടോകൾ ലഭിക്കും. ഡൽഹിയിൽ നിന്നും ബസ് മാർഗെ ഋഷികേശിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് നേപ്പാളി ഗേറ്റിലിറങ്ങിയ ശേഷം ഷെയർ ഓട്ടോയെയോ ടാക്സികളെയോ ആശ്രയിച്ച് ഋഷികേശിലെത്താം. സംരക്ഷിത വനമേഖലയായ രാജാജി ദേശീയോദ്യാനം സ്ഥിതിചെയ്യുന്ന മേഖലയിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. ഔട്ടർ ഹിമാലയൻ മലനിരയായ ശിവാലിക് മലനിരകളിൽ സ്ഥിതിചെയ്യുന്ന രാജാജി നാഷണൽ പാർക്ക് 1983 രൂപീകൃതമായത്. ആനയും കരിമ്പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളാൽ സമ്പന്നമാണ് രാജാജി ദേശീയോദ്യാനം. ഗംഗാ ആരതിയുടെ മാന്ത്രികതയിലാണ് ഋഷികേശിന്റെ കാഴ്ചകളുടെ തുടക്കവും ഒടുക്കവുമെല്ലാം. വൈകുന്നേരങ്ങളിൽ ഗംഗയുടെ തീരങ്ങൾ പ്രാർത്ഥനാമന്ത്രങ്ങളാൽ മുഖരിതമാവും. ആരതിക്ക് മുമ്പ് നഗരകാഴ്ചകൾ ആസ്വദിക്കാനായിരുന്നു തീരുമാനം. ആദ്യ ലക്ഷ്യം ഗംഗാതീരം തന്നെ. നദിക്ക് കുറുകെ ഉയർന്നു നിൽക്കുന്ന തൂക്കുപാലത്തിലൂടെ കാഴ്ചകൾ ആസ്വദിച്ചൊരു നടത്തം. രാംജൂലയും ലക്ഷ്മണജൂലയും ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളാണ്. ഹിമാലയൻ മലനിരയ്ക്ക് അഭിമുഖമായി ഉയർന്നു നിൽക്കുന്ന തൂക്കുപാലങ്ങൾ ശിവാനന്ദ നഗറിനെയും സർഗാശ്രമത്തെയും ബന്ധിപ്പിച്ച് നദിക്ക് കുറുകെ 450 അടി നീളത്തിൽ 1986 രാംജൂല നിർമ്മിച്ചത്. പുണ്യനദിയുടെ കാഴ്ചകൾ ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും എപ്പോഴും സഞ്ചാരികളുടെ തിരക്കാണിവിടെ. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ കയറിയിറങ്ങുന്ന തൂക്കുപാലം. കാൽനടയാത്രകരുടെ തിരക്കിനിടയിലൂടെയും അതിവിദഗ്ധമായി ഇരുചക്രവാഹനങ്ങൾ ഓടിച്ചു നീങ്ങുന്നവരുമുണ്ട്. ഋഷികേശിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്കും ആശ്രമങ്ങളിലേക്കുമൊക്കെയുള്ള പ്രവേശന കവാടമാണ് രാംജൂല. ഇവിടുത്തെ ഏറ്റവും വലിയ ആശ്രമമായ പരമാർത്ഥ നികേതനും സർഗാശ്രമവുമൊക്കെ രാംജൂലയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. യോഗയും പ്രാണായാമവും ആയുർവേദവും പ്രകൃതി ചികിത്സയുമൊക്കെ അഭ്യസിക്കാനും ധ്യാനിക്കാനുമൊക്കെയായി ആയിരങ്ങൾ എത്തിച്ചേരുന്ന ആശ്രമങ്ങൾ. എല്ലാ ദിവസവും ധ്യാനവും പ്രഭാഷണവുമൊക്കെ ഇവിടെ നടക്കാറുണ്ട്. യോഗയുടെ തലസ്ഥാന നഗരിയായ ഋഷികേശിൽ ഇത്തരം നിരവധി ആശ്രമങ്ങളുണ്ട്. ഉച്ചവെയിലിൽ പോലും ഗംഗാതീരം ജനനിബിഡമാണ്. ഗംഗയിൽ മുങ്ങി നിവർന്ന് ജന്മപുണ്യം തേടുന്ന തീർത്ഥാടകർ, തീരത്തെ മണൽപ്പരപ്പിലൂടെ നദിയുടെ കാഴ്ചകൾ ആസ്വദിച്ച് വെറുതെ നടക്കുന്നവർ, പാറകളിൽ മണിക്കൂറുകളോളം വെറുതെ ഇരിക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേർ. സഞ്ചാരികൾക്ക് ചായയും വെള്ളവുമൊക്കെ വിതരണം ചെയ്ത് ചെറുകിട കച്ചവടങ്ങളിലൂടെ വരുമാനം കണ്ടെത്തുന്നവരും നദീതീരത്തുണ്ട്. സന്ധ്യ മയങ്ങി തുടങ്ങിയതോടെ സഞ്ചാരികളെല്ലാം ആരതിയുടെ കാഴ്ചകളിലേക്ക് എത്താനുള്ള തിരക്കിലായിരുന്നു. പരമാർത്ഥ നികേതനിലും ത്രിവേണിഘാട്ടിലുമാണ് പ്രധാനമായും ആരതി നടക്കുക. വെറുമൊരു കാഴ്ചക്കാരനായി എത്തുന്നവരെപ്പോലും വശീകരിക്കുന്ന മാന്ത്രികതയുണ്ട് ആരതിക്ക്. ചുറ്റും മുഴങ്ങുന്ന മന്ത്രധ്വനികളിൽ സ്വയമില്ലാതാകുന്ന നിമിഷം. പുരോഹിതർ ആരതി കൈയിലേന്തി നദിയെ അഭിമുഖീകരിക്കുമ്പോൾ പ്രാർത്ഥനാമന്ത്രങ്ങൾ ഒരേ താളത്തിലേറ്റ് ചൊല്ലി ഭക്തരും പങ്കുചേരും. Krishna Krishna Hare Hare
ഭക്തർ നിക്ഷേപിക്കുന്ന പൂക്കളും ദീപങ്ങളും നദിയിലൂടെ ഒഴുകി നീങ്ങുന്ന കാഴ്ച പോലും അതിമനോഹരമാണ്. ആരതി നടക്കുന്ന സമയങ്ങളിൽ പ്രദേശവാസികളായ കുട്ടികളിൽ ചിലർ നദിയിൽ ഇറങ്ങി നിൽക്കും. പുഴയിലേക്ക് പതിക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ എടുത്തുമാറ്റുന്ന ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണിവർ. ഗംഗാജലം പാത്രങ്ങളിൽ ശേഖരിച്ച് ഇവർ വിശ്വാസികൾക്ക് കൈമാറുന്നുമുണ്ട്. ആരതിയിൽ പങ്കുചേർന്ന ശേഷം ഋഷികേശന്റെ നഗരകാഴ്ചകൾ ആസ്വദിക്കാം. രാത്രിയാകുന്നതോടെ നഗരം കൂടുതൽ മനോഹരമാകും. ഇരുകരകളിലുമായി നിൽക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നുള്ള വെളിച്ചം നദിയിൽ പ്രതിഫലിക്കും. ഗംഗയുടെ കാഴ്ചകൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ അവസരമൊരുക്കുന്ന നിരവധി റൂഫ് ടോപ്പ് റെസ്റ്റോറന്റുകൾ തീരത്തുണ്ട്. വെജിറ്റേറിയൻ വിഭവങ്ങളിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലെ രുചിവൈവിധ്യങ്ങൾ വിളമ്പുന്ന ഭക്ഷണശാലകൾ. റിവർ റാഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സാഹസിക വിനോദസഞ്ചാര ആക്ടിവിറ്റികളുടെ കേന്ദ്രമാണ് ഋഷികേശ്. എങ്കിലും രണ്ടാം ദിനം രാവിലെ തന്നെ ഗംഗയുടെ കൂടുതൽ മനോഹര കാഴ്ചയിലേക്ക് പോകാനായിരുന്നു തീരുമാനം. ഇരുചക്രവാഹനങ്ങൾ ഇവിടെ വാടകയ്ക്ക് ലഭിക്കും. സ്കൂട്ടർ വാടകയ്ക്കെടുത്ത് ഔട്ടർ ഹിമാലയൻ മലനിരകളിലൂടെ ഒരുക്കിയിരിക്കുന്ന റോഡിലൂടെ ശിവപുരിയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. താഴ്വാരത്തിൽ ഗംഗയുടെ മനോഹര കാഴ്ച. മലമടക്കുകളിലെ മരങ്ങളെക്കാൾ പച്ചപ്പ് നിറഞ്ഞ വെള്ളം, വെള്ളമണൽ വിരിച്ച ബീച്ചുകൾ. വസിഷ്ഠ മഹർഷി തപസ്സു ചെയ്തെന്ന് കരുതപ്പെടുന്ന വസിഷ്ഠ ഗുഹയായിരുന്നു ആദ്യ ലക്ഷ്യം. ഗംഗാതീരത്ത് സ്ഥിതി ചെയ്യുന്ന ആശ്രമം. ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ ഭാഗമാണ് വസിഷ്ഠ ഗുഹയും അനുബന്ധ ആശ്രമവും. തൊട്ടടുത്തായി അരുന്ധതി ഗുഹയും സ്ഥിതി ചെയ്യുന്നു. തികച്ചും പ്രശാന്തമായ അന്തരീക്ഷം. വെറുതെ കാഴ്ചകൾ ആസ്വദിച്ച് മടങ്ങുന്നതിനപ്പുറം മണിക്കൂറുകളോളം ഗുഹയിലിരുന്ന് ധ്യാനിക്കാനാണ് പലരും ഇവിടെ എത്തുന്നത്. ഗംഗയിലേക്ക് നോക്കി ബീച്ചുകളിൽ വെറുതെ ഇരിക്കുന്നവർ നിരവധിയാണ്. ഇടയ്ക്കിടെ നദിയുടെ തണുപ്പിൽ ഒന്ന് മുങ്ങിനിവരും. തീരത്ത് കിടക്കുന്ന മിനുസമാർന്ന കല്ലുകൾ ചേർത്തുവെച്ച് സമയം കളയും. ഋഷികേശിലേക്കുള്ള യാത്രയുടെ ഓർമ്മയ്ക്കായി ചെറിയ കല്ലുകൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നവരുമുണ്ട്. ഗംഗയുടെ ഓളങ്ങളിലൂടെ ഒഴുകിയിറങ്ങുന്ന റാഫ്റ്റിംഗ് ബോട്ടുകൾ ഇടയ്ക്കിടെ സഞ്ചാരികളുമായി എത്തും. ഗംഗയെ തൊട്ടറിഞ്ഞ് ഒരു സാഹസിക യാത്ര. ഋഷികേശിലെത്തുന്ന സാഹസിക സഞ്ചാരികളുടെ പ്രിയ ഇടം. ഡൽഹിയിലേക്ക് തിരികെയുള്ള ബസ് മുൻകൂറി ബുക്ക് ചെയ്തിരുന്നതിനാൽ ഗംഗാതീരത്തിന്റെ കാഴ്ചകളിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം മടങ്ങി. നേപ്പാളി ഗേറ്റിൽ നിന്നാണ് ബസ്. അതിനു മുൻപ് നഗരക്കാഴ്ചകളിലൂടെ ഒരിക്കൽ കൂടി ചുറ്റിത്തിരിഞ്ഞു. വൈവിധ്യമാർന്ന നിരവധി കരകൗശല വസ്തുക്കൾ ഋഷികേശിൽ ലഭിക്കും. രാം ജൂലയോടും ലക്ഷ്മൺ ജൂലയോടും ചേർന്ന് പ്രവർത്തിക്കുന്ന മാർക്കറ്റുകൾ കരകൗശല വസ്തുക്കൾക്കും വൈവിധ്യമാർന്ന ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കുമൊക്കെ പ്രശസ്തമാണ്. ത്രിവേണി ഘട്ടിനോട് ചേർന്നാണ് പ്രധാന മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. നഗരത്തിലെ മറ്റു മാർക്കറ്റുകളെ അപേക്ഷിച്ച് അല്പം വില കുറവാണിവിടെ. ടൂറിസ്റ്റുകളും നാട്ടുകാരും ഒരുപോലെ ആശ്രയിക്കുന്ന മാർക്കറ്റ്. ഋഷികേശ് യാത്രയുടെ ഓർമ്മകൾക്കൊപ്പം ചേർക്കാവുന്ന അപൂർവ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഇടങ്ങൾ. ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന കാഴ്ചകളുണ്ട് ഋഷികേശിൽ. എന്നും ഒപ്പം ചേർക്കാവുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന കാഴ്ചകൾ.